ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിക്കാത്ത ആള്. ഒരെണ്ണ പെണ്ണിന് കൊണ്ട് കൊടുക്കല്ലേ, പാവം പഠിക്ക് കുറേ നേരം കുടിക്കല്ലേ, കൊണ്ട് കൊടുക്കടാ. ദേ സോനുവിനെ കുറേ ആയില്ല കണ്ടിട്ട്. സോനു മൈക്കൊക്കെ വെച്ച് പാട്ട് പാടായിരിക്കുവാണേ. എന്തോന്ന് കാണിക്കാൻ വേണ്ടി പോവാ. എവിടെ പോടാ? ഞാനേ ഇവരെല്ലാരും കൊണ്ടല്ലേ അപ്പൂസ് ഇരിക്കുന്നു കേട്ടോ. അപ്പൂസേ, അപ്പോ കാണുന്നില്ലേ? ദേ അപ്പൂസ്, ഒരു ഹായ് പറ, ഒരു ഹായ് പറ. ഞുറുക്ക് ഞുറുക്ക്. അതന്നെ. കുറേ നാളായിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഒത്തിരി നാളായി. ഇന്നിപ്പോ എല്ലാരെയും കൂടി ഒത്തു കിട്ടിയ ദിവസമാണ്. താഹിറയാണെങ്കിൽ നൈറ്റിയും ചുരിദാർ. എവിടെ പോ അമ്മേ, കായ് കൊടുക്ക്. താഹിറനെ കണ്ടിട്ട് കുറേ ഉണ്ട്. എല്ലാവർക്കും സംശയം ഉണ്ടാവും നമ്മള് പിണങ്ങിയോന്നൊക്കെ. സമയമില്ല. താഹിറ ആശുപത്രിയിൽ പോയി വരും, ഞാൻ ആശുപത്രിയിൽ പോയി വരും. താഹിറ ക്യാമറ മാറ്റാം. താഹിറ ആശുപത്രിയിൽ പോയി വരും, ഞാൻ ആശുപത്രിയിൽ പോയി വരും. ഞാൻ നിർത്തി കഴിയുമ്പോ താഹിറ തുടങ്ങും. ഇത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പരിപാടി. പൂസ് പാവം, ഞങ്ങളുടെ പാവം കൊച്ച്. കുറേ ആയില്ല എല്ലാരും കണ്ടിട്ട്. എല്ലാം കൂടി പുറത്തേക്ക് പോയതാണ്. ഇവന്മാരുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ഇവന്മാർ ഇതെല്ലാരും കൂടി പോന്നു. അപ്പൂസ് അവരെയും കൊണ്ട് വിളിക്കേ, വരാൻ പറ ഇങ്ങോട്ട്. നീ വരാൻ പറ, വരാൻ പറ ചേട്ടന്മാരോട്. വാന്ന് പറ. മാരേ, ചിപ്പൂന് എന്താ എക്സാം ഇന്ന്? ഓ അമ്മേ, ഞാൻ മറന്നുപോയി. ഉണ്ണിക്കുട്ടനോ? എല്ലാവർക്കും ഒരു സൂത്രം കാണിച്ചു തരാം. ഇതെന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതെന്താ? വളർത്തുന്ന ചിത്രശലഭങ്ങൾ അനങ്ങത്തില്ല, ഇങ്ങനെ ഡെയിലി പോയിട്ട് ഇച്ചിരി ചോറും ഇച്ചിരി വെള്ളം. ഇതെന്താന്നറിയാവോ? അവിടെ മൊത്തം ഓട്ടയായിരുന്നേ. അപ്പൊ താഹിര ഓട്ട പോകാൻ വേണ്ടി അടച്ചു വെച്ചല്ലേ. ഓട്ട പോകാൻ വേണ്ടിട്ട് ചിത്രശലഭം മേടിച്ച് അടച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. ഓട്ട അവിടെ മൊത്തം ഓട്ടയാ. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. അതും മൊത്തം ഓട്ടയായിരുന്നു. സോനു, മൈക്കിലൊരു ഒച്ച ഇട്ടേ. കണ്ടോ? മാളുവിനെ പോയിട്ട് ഒച്ച എടുത്തു. മാളു ചീത്ത പറഞ്ഞല്ലോ കേട്ടോ. ദേ അടുത്ത ആള്. ഹലോ. ദൈവമേ, ഈ ഫോണിൽ എല്ലാരും ചുമന്നിരിക്കുന്നു. പിന്നെ അതങ്ങനെ പോടാ അവിടുന്ന്. ഇതേ ഉണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. അതിന്റെ വിളിച്ച. അപ്പൂസേ കഴിച്ചോന്ന് ചോദിച്ചേ, എല്ലാവരോടും കഴിച്ചോന്ന് ചോദിച്ചേ. കഴിച്ചോ എല്ലാവരും? കൊറേ ദിവസമായില്ലേ അപ്പൂസിനെ കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം ചോദിച്ചേ. എന്തുണ്ട് വിശേഷം ചോദിക്കേ. അത് ഭയങ്കര ശരിയാ. ഇവിടെ ഉണ്ട് കേട്ടോ. മൂന്നവന്മാർക്കും പരീക്ഷയാ. പരീക്ഷ ഇല്ലാത്ത ഇപ്പൊ എന്റെ ആദൂട്ടിക്കും അപ്പൂസിനും മാത്രമേ ഉള്ളൂ. പാട്. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. സോനു അങ്ങനെ ഒരു ഗാനം ആലപിക്കാൻ പോവാണ്. പാട്ട് പാടാൻ പോവാട്ടോ. ചിപ്പൂര് എക്സാം ഉണ്ട്, ഉണ്ണിക്ക് എക്സാം ഉണ്ട്. നീ പാട്. എന്നാലും ഇടയിൽ നിർത്തും. അതങ്ങനെയല്ല, ആൾക്കാർക്ക് അത് കേൾക്കുമ്പോ ഒരു രസം തോന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ട് താഹിറേനോട് പാട്ട് പാടുന്നതിന്റെ അഭിപ്രായം ചോദിക്കുന്നതാണ് കേട്ടോ.
വെറും ലിറിക്സ് മാത്രമുള്ളത് ഇതാക്കണം. അതുണ്ടല്ലോ ചിലപ്പോ 5 മിനിറ്റിന്റെ ഒക്കെ ഇത് എന്റെ കൊച്ച് അവിടെ കൊച്ചിരിക്കുന്നു കൊച്ച്. ഭയങ്കര കാറ്റല്ലേ ഇങ്ങോട്ട്. ഇന്നത്തെ കാറ്റിന്റെയാണ് എനിക്ക് തുമ്മല് വന്നത്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാ. ആ ഉണ്ണി കൊട്ടിയാണെന്ന് ജീവിക്കുമെന്ന് എനിക്കറിയാം. അപ്പൂസിന് കൊട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണി കൊട്ടുന്നതാണ് കേട്ടോ. കൈ കൊടുത്താ പാട്ട് പാടുവോ? പാടുമെന്നും പറഞ്ഞ സോനു ഇതുവരെ പാട്ട് എത്തിയിട്ടില്ല കേട്ടോ. വമ്പാ കസേര പൊട്ടിക്കോ. ഉണ്ണിയുടെ കൊട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലോ കൊട്ടുന്നേക്കാന്. പോവാണ് കേട്ടോ. ആ റെഡി 1 2 3. സന്തോഷ പൊന്തൽ ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭിസൂര പൊരുൾ കസൂര അടിമതി ഉണർന്ന് സുഗന്ധ വല്ലി നികழ்ந்து പുകழ்ந்து കണ്ടി പിറന്നനെ ദിഗം ഫാത്തിമത്ത് സുഹറ മുച്ചമിൽ ലക്ഷണം വെച്ചൊരു റോജ ഗമിക പാതിലെങ്കും സത്യ. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സോനുവിന്റെ പാട്ട് നിർത്തി വെച്ചിരിക്കുന്നു. എന്താ പറ്റിയ സോനു? പക്ഷെ അടിപൊളിയായി പാടുന്നുണ്ട്. പറ്റുന്നില്ലെന്ന് സോനുവിന് പാടാന്. അതെന്താ? ഓഹോ എന്താ ഉണ്ണിക്കുട്ടനെ തക്കാളിയാണ് മുറിച്ചിരുന്നേ. തക്കാളിയും പഞ്ചസാരയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ്. തക്കാളിയും പഞ്ചസാരയും കൂടി തിന്നാൻ നല്ല ടേസ്റ്റ്. എന്നാ എല്ലാരും ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓടി വാ. ബാ ഫോട്ടോ എടുക്കണം. സോനു നല്ല പാട്ടാ സോനു. ഇനി സോനു ഇടയ്ക്ക് ഒരെണ്ണം പാടി തരണേ. സോനു എന്തുകൊണ്ട് പാട്ട് നിർത്തി പറ. സോനുമായിട്ട് റിലീസ് കണ്ടുപിടിക്കും. ഞാൻ അതിന് മ്യൂസിക് ഒന്നെങ്കിൽ എഴുതിയിട്ട് പറയണം പാടണം, അല്ലെങ്കിൽ എനിക്ക് കരോക്കെ ഇട്ടിട്ട് പാടണം. അതെ അത് പറ്റിയല്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ പാട്ടിനെ എഴുതിയിട്ടില്ല. എഴുതിയ പാട്ട് പറഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞ പാട്ടാണ്. നിങ്ങൾ നാളത്തെ രാവിലത്തെ പരീക്ഷയ്ക്ക് ഇപ്പൊ എപ്പോ ഇരുന്ന് എപ്പോ പഠിച്ചു കഴിയും? ഇപ്പൊ സൈലത്തിന്റെ എക്സാമിന്റെ ലൈവ് ഒക്കെ ഉണ്ടോ? സൈലത്തിന്റെ 2 മണിക്കൂറിന്റെ ലൈവ്. എല്ലാരും സൈലക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളവരെല്ലാരും. പിന്നെ എക്സാമിന്റെ പിന്നെ എംസെട്ടുകാരും ഉണ്ട് ഇതിനകത്ത്. എന്താ എംസെട്ട് അക്കാദമി, എംസെട്ട് മാത്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെല്ലാരും കേറി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നിഖിൽ സാറ് സാറ് ലൈവിലൊക്കെ വരുന്നുണ്ട്. അടിപൊളി മാത്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഇവരുടെ സാറിന് പ്രൊമോഷൻ ചെയ്യുന്നതാന്ന് തോന്നുന്നു കേട്ടോ. അതെ അവൾ താങ്കളുടെ പൂമ്പാറ്റ എന്തായാലും വീഡിയോയില് സെറ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാന്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്കൾ പറയാം എന്റെ പൂമ്പാറ്റ എന്തായാലും എല്ലായിടത്തും ഉണ്ടോ? നിങ്ങൾ പൂമ്പാറ്റേന്റെ പുറത്തേക്ക് സഞ്ചരിക്കാനാണോ രാത്രി?
ചെറിയ ആണി അടിച്ചതിന്റെ കോട്ട ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓട്ടിച്ചാണ്. എല്ലാ ഭാഗത്തൊന്നുമില്ല, കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളൂ. പക്ഷെ ഈ വൈറ്റില് പൂമ്പാറ്റ ഒന്നുകൊണ്ട് കാണാൻ രസമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു പൂച്ച എവിടെ? പൂച്ചയല്ലേ അത് പൂച്ചയാ? What? ഉഫ്, അമ്മേടെ കണ്ണുകൾക്ക് ഭയങ്കര കണ്ണ്. പോടാ പോടാ. Guys, നമ്മളിതൊക്കെ അതെ ഒട്ടിച്ചിരിക്കുവാണ്. സ്വന്തം വേറെ ആരുമല്ല, ഞങ്ങളുടെ സ്വന്തം മീശ ചേച്ചി. എന്റെ അപ്പൂശേ ഇവരെന്തേ പറയുന്നേ? അപ്പൂസ് നിന്ന് ചിരിക്കുന്നൊന്നുമില്ല, നോക്കി പേടിപ്പിക്കുവാണല്ലോ. ആരും മിണ്ടുന്നില്ലേ? എല്ലാരും മൗനവ്രതത്തിലായിപ്പോയി. എന്താണ് പരീക്ഷ? അത് കമന്റ് ചെയ്യാം. എല്ലാരും ഏതാ പരീക്ഷ പഠിച്ചോന്നും കൂടി കമന്റ് ചെയ്യണം. പഠിക്കാതെ ഇവരെ പോലെ ഇരിക്കുവോന്നൊന്നും കൂടി കമന്റ് ചെയ്യണം. നിങ്ങള് പഠിക്കാൻ വേണ്ടിട്ട് ഏത് വെബ്സൈറ്റ്? എക്സാമിനർ സൈലമാണ് കുറെ ഉണ്ടല്ലോ. മാത്സ് പഠിക്കാനാണ് എജുപോർട്ടൊക്കെ ഉണ്ട്. മാത്സ് പഠിക്കാനാണ് സിമ്പിള് വെബ്സൈറ്റ്. മാത്സ് സൂപ്പറാ. മാത്സ് എന്നാലും ഞമ്മള് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോ ഇവന്മാർക്ക് എക്സാം, നമ്മള് വയനാട്ടിൽ പോവാ. ഇതെന്താണ്? അപ്പൊ വെറുതെ ഇരുന്നപ്പോട്ടോ, വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോ ഇങ്ങോട്ട് റേഷൻ കടയിലൊക്കെ പോയി ഇറങ്ങി വന്നതാണ്. ഇത് ടാഗിറയുടെ കലാവിരുദ്ധല്ല, മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റ് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആശുപത്രിയിൽ കയറാൻ സമയമില്ല. അതൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അടിച്ചു പൊട്ടിക്കുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.